നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വൃശ്ചിക ലഗ്നക്കാര് നിർബന്ധമായും നിശ്ചയമായും ഈ പറയുന്ന ഗ്രഹത്തെയും ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട ദേവനെയും ഭജിച്ചാല് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഉന്നതി ഉണ്ടാകും. എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യലബ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. നിസ്സംശയം പറയാം. അതിന് ഈ നിഷ്ഠയോടെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, മുടങ്ങാതെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചിത്രം നിങ്ങൾ നോക്കൂ. അതിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ലഗ്നം, അതായത് വൃശ്ചിക ലഗ്നം. ആ വൃശ്ചിക ലഗ്നമാണ് നിങ്ങൾ ഒന്നാം ഭാവം. അത് കഴിഞ്ഞിട്ട് രണ്ടെന്ന് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതാണ് ധനുരാശി, അതാണ് രണ്ടാം ഭാവം. അത് കഴിഞ്ഞ് മേളിൽ 3 ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മകരം രാശി, അതാണ് മൂന്നാം ഭാവം. മേളിൽ 4 അത് കുംഭം രാശിയാണ്, നാലാം ഭാവം. നമുക്ക് വേണ്ടത് മേളിലുള്ള 5ാം ഭാവമാണ്, അത് മീനം രാശിയാണ്. ഇതാണ് വൃശ്ചിക ലഗ്നക്കാരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഭാവം, 5ാം ഭാവം. ഈ രാശിയുടെ അധിപൻ എന്ന് വെച്ചാൽ വ്യാഴമാണ്, ഗുരുവാണ്. അപ്പോൾ വ്യാഴവുമായി ബന്ധപ്പെട്ട ഭജിക്കേണ്ട ദേവൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. സാക്ഷാൽ നമ്മളെ ഗുരുവായൂരപ്പനാണ്. ഭാഗ്യം കൊണ്ട് ആണ് ചിലർക്ക് സിദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗുരുവിനെയും അതോടൊപ്പം തന്നെ ശ്രീ ഗുരുവായൂരപ്പനെയും നിത്യവും ഉപാസിച്ചു പോന്നാൽ ജീവിതത്തിൽ വളരെ വളരെയധികം ഉന്നതി ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, നിസ്സംശയം പറയാം. അതിനാദ്യം നമ്മൾ ഗണപതി ഭഗവാനെ വന്ദിക്കണം. ഓം ശ്രീ മഹാഗണപതിയെ നമ എന്ന ലഘുവായ മന്ത്രം ജപിച്ചാൽ തന്നെ പ്രസാദപൂർണമാണ് ഗണപതി ഭഗവാൻ. അതിനുശേഷം നിങ്ങൾ ആദ്യമേ നിലവിളക്ക് കൊളുത്തണം. നിലവിളക്ക് 2 തിരിയിട്ട് 5 തിരിയിട്ട് കത്തിക്കുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തമം. അല്ലെങ്കിൽ 2 തിരിയിട്ട് കിഴക്കോട്ടും 2 തിരി പടിഞ്ഞാറോട്ട് കത്തിക്കുക. അതിനുശേഷം മഹാവിഷ്ണുവിൻ്റെയോ ശ്രീ ഗുരുവായൂരപ്പൻ്റെയോ ചിത്രം വെച്ചിട്ട് പൂകൊണ്ട് അലങ്കരിച്ച ശേഷം നിങ്ങൾ വെറും നിലത്തിരിക്കരുത്. പുൽപ്പായയിലോ പലകയിലോ പട്ട് അല്ലെങ്കിൽ കമ്പിളി അതുപോലത്തെ ഏതെങ്കിലും വസ്ത്രത്തിൻ്റെ മീതെ ഒരു പീഠമായിട്ട് അതിൽ മീതെ ഒന്ന് ഇരുന്ന് വേണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പോൾ ആദ്യമേ ഗണപതി ഭഗവാനെ വന്ദിക്കണം. ഓം ശ്രീ മഹാഗണപതേ നമ എന്ന മന്ത്രം ജപിച്ചാൽ മാത്രം മതി. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേഗം ലഭിക്കും. അല്ലെങ്കിൽ മൂലമന്ത്രമായ ഓം ഗം ഗണപതേ നമ ഏതും ഭഗവാന്റെ മന്ത്രം ജപിച്ചാലും കുഴപ്പമില്ല. ഭക്തിപൂർവ്വം മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുക. ഈ പൂജകർമ്മങ്ങൾ ഫലം കാണണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ ജപിക്കേണ്ട മന്ത്രമാണ് ഗുരുവിൻ്റെ സ്തോത്രമാണ്, വ്യാഴത്തിൻ്റെ സ്തോത്രമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ഭുക്തിഭൂതം ത്രിലോകീശം തം നമാമി ബൃഹസ്പതിം. ഒന്നോടെ പറഞ്ഞുതരാം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ഭുക്തിഭൂതം ത്രിലോകീശം തം നമാമി ബൃഹസ്പതിം. ഇതാണ് ജപിക്കേണ്ട ഗുരുസ്തോത്രം. ഇത് ഒരു 12 രൂപയോ 108 രൂപയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ജപിക്കുക. അതിനുശേഷം വിഷ്ണുവിൻ്റെ ഷോഡശ നാമസ്തോത്രം ജപിക്കാം. ഇത് ഏറ്റവും അത്യുത്തമമാണ്. ഇത് ഓരോ സമയത്ത് ഓരോ ജപിക്കേണ്ട വിഷ്ണുവിൻ്റെ നാമങ്ങളാണ് ഈ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് ജപിച്ചിട്ട് നിങ്ങൾ കർമ്മം തുടങ്ങുകയാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. ഔഷധേ ചിന്തേ വിഷ്ണു ഭോജനേ ച ജനാർദ്ദനം ശയനേ പത്മനാഭം ച വിവാഹേ ച പ്രജാപതിം യുദ്ധേ ചക്രധരം ദേവം പ്രഭാസേ ച ത്രിവിക്രമം നാരായണം തനുത്യാഗേ ശ്രീധരം പ്രിയ സംഗമേ ദുസ്വപ്നേ സ്മര ഗോവിന്ദം സങ്കടേ മധുസൂദനം കാനനേ നരസിംഹ ച പാവകേ ജലശായിനം ജലമധ്യേ വരാഹം ച പർവ്വതേ രഘുനന്ദനം ഗമനേ വാമന ശൈവ സർവകാര്യേഷു മാധവം. അതായത് നമ്മൾ ഔഷധം, അതായത് മരുന്ന് കഴിക്കുമ്പോൾ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്. ഊണും
ഊണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ജനാർദ്ദനെയും, കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ പത്മനാഭനെയും, വിവാഹം കഴിക്കുന്ന സമയത്ത് പ്രജാപതിയെയും, യുദ്ധത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ യുദ്ധം ഏർപ്പെടാൻ പണ്ടകാലങ്ങളിലുള്ള ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടം ഉണ്ടാവും. ആ സമയങ്ങളിൽ ചക്രപാണിയെയും, വിദേശാഗമനം നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ ത്രിവിക്രമനെയും, മരണകാലത്ത് നാരായണനെയും സ്മരിക്കണം. അതുപോലെ സ്നേഹിതന്മാരായുള്ള കൂടിക്കാഴ്ചയിൽ ശ്രീധരനെയും, ദുസ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോൾ ഗോവിന്ദനെയും, സങ്കടങ്ങൾ വരുമ്പോൾ മധുസൂദനെയും, കാട്ടിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ നരസിംഹമൂർത്തിയെയും, അഗ്നിജ്വാലയിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ ജലശായിയെയും, വെള്ളത്തിൽ വീണാൽ വരാഹമൂർത്തിയെയും, പർവ്വതങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോയാൽ ശ്രീരാമനെയും, ഗമനത്തിങ്കൽ വാമനെയും, എല്ലാ കാര്യത്തിലും മാധവനെയും ധ്യാനിക്കണം. ഇതാണ് ഈ ഷോഡശനാമ സ്തോത്രത്തിൻ്റെ അർത്ഥം. ഇത് നിങ്ങൾ നിത്യവും ജപിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന വഴിപാടുകൾ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ, അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുക. അതുപോലെ തന്നെ പാൽപായസം നടത്തുക. രാജഗോപാലയന്ത്രം ധരിക്കണം. മഞ്ഞ പുഷ്പരാഗം ആണ് കയ്യിൽ ധരിക്കേണ്ട രത്നം. അതുപോലെ ചെയ്യേണ്ട കർമ്മം എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നിത്യവും ജപിക്കണം. മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഗുരുവായൂർ പോയി തൊഴണം. ഭഗവാന്റെ അനുഗ്രഹം വാങ്ങണം. ഇത് ചെയ്താൽ അത്യുത്തമമാണ്. നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഭഗവാനിൽ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾക്ക് എന്താണോ സമർപ്പിക്കാൻ സാധിക്കുന്നത് അത് അങ്ങ് സമർപ്പിക്കുക. അത് സമർപ്പിച്ചാൽ ഭഗവാൻ വളരെയധികം ഇഷ്ടമാണ്. ഭഗവാൻ ഈ നെയ്യ് സമർപ്പിക്കാം, കദളിപ്പഴി സമർപ്പിക്കുക, എന്ത് വേണമെങ്കിലും നിങ്ങൾ പോയി സമർപ്പിക്കുക. അങ്ങനെ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും പോയി തൊഴുക. അതുകൂടാതെ ഈ പറയുന്ന ഭഗവാന്റെ ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കണം. പീതാംബരം കരുവിരാജിത ശംഖചക്ര കൗമോദകിം സരിസിജം കരുണാസമുദ്രം രാധാസഹായ മതിസുന്ദര മന്ദഹാസം വന്ദേ വാധാലീശം അനിശം കൃതി ഭാവയാമി. അതായത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പീതാംബരം കരുവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായ മതിസുന്ദര മന്ദഹാസം വന്ദേ വാതാലീശം അനിശം കൃതി ഭാവയാമി. ഇത് നിത്യവും മുടങ്ങാതെ ജപിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നിത്യവും നിങ്ങൾ അനുഷ്ഠിച്ചാൽ ഈ വൃശ്ചികക്കാരുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരും. എല്ലാവിധ സമ്പദ് സമൃദ്ധിയും ആരോഗ്യലബ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യവും സമാധാനവും വിളയാടും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു.